ഇരയുടെ അതല്ലെങ്കിൽ ഈ സർവൈവറുടെ ക്രെഡിബിലിറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാൾ പരാതി കൊടുത്തത് കൊണ്ടായിരിക്കുമോ സിദ്ദിഖ് ഇങ്ങനെ പലായനം ചെയ്യുന്നത്? അത് ഒരിക്കലും ആ ചോദ്യം പോലും അഭിലാഷ് ചോദിക്കരുത്. അതിലൊരു തരത്തിലുള്ള കാര്യവും ഈ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യവുമായിട്ട് ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി അപ്പോൾ സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടാവാം, 2016 കാര്യമാണ്, എനിക്കറിയുന്നില്ല. സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടാകും ഇദ്ദേഹത്തിൻ്റെ റേപ്പ് ചെയ്താൽ ചോദിക്കാൻ ആരുമില്ലാന്ന്. ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഈ രാഹുൽ ഈ പറയുന്ന മുഴുവൻ ആർഗ്യുമെൻസും യഥാർത്ഥത്തിൽ സിദ്ദിഖിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനെ വിചാരിച്ച് സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ അലിഗേഷന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണിത്. കാരണം ഈ കുട്ടീനെ അത്തരത്തിൽ ചെയ്താൽ ചോദിക്കാൻ പറയാനും ആരുണ്ടാവില്ല എന്ന് കരുതി ആ കുട്ടീനെ റേപ്പ് ചെയ്തു എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അല്ലാത്തൊരു വിശ്വാസം അതിലുണ്ടാവില്ല. കാരണം അവർക്ക് ഈ സിദ്ദിഖിന് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ പറയുന്നത് അങ്ങേറ്റ സ്ത്രീവിരുദ്ധമായ ഈ ആളുകൾ അശ്ലീലം എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരമാണ് രാഹുൽ ഈ സിദ്ദിഖിനെ പറ്റാത്ത നിലയിലായിരിക്കുന്നു. ആയിക്കോട്ടെ എന്ന് കരുതി ആ കുട്ടീനെ റേപ്പ് ചെയ്യാൻ സിദ്ദിഖിന് എന്ത് റൈറ്റ്? ഈ കുട്ടീനെ റേപ്പ് ചെയ്യാൻ ഒരു അശ്ലീല പീഡിയ എടുത്തു. വ്യാജ പരാതിയല്ല. നിങ്ങൾ നിൽക്കൂ, ഒരു മിനിറ്റ്. ശരി, താൻ സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ ഒരു അക്ഷരം വേണ്ടിയില്ല. രാഹുലെ, താൻ ആ ജഡ്ജ്മെൻറ്റിൽ പ്രോസിക്യൂഷൻ്റെ ഒരു കേസുണ്ട്, കോടതി പറയണം, ബാക്കി എല്ലാം ഇങ്ങനെ വായിച്ചല്ല. ആ പ്രോസിക്യൂഷൻ്റെ കേസ് ഒന്ന് വായിക്കും. എന്തായാലും പറഞ്ഞിരിക്കണം, അലിഗേഷൻ എന്താ? അത് ഒരു വ്യാജ പരാതിയാണെന്ന് തോന്നുന്നു ആർക്കെങ്കിലും? വ്യാജ പരാതിയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും അല്ലേ? ആ പ്രോസിക്യൂഷൻ്റെ അലിഗേഷൻ വരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, അതൊന്ന് വായിച്ചൂടെ? അതൊന്ന് വായിക്കേ. അപ്പം നാട്ടുകാരറിയട്ടെ എന്താണ് ഇദ്ദേഹം ചെയ്തതെന്ന്. ആ അലിഗേഷൻ എന്താണെന്ന് അറിയട്ടെ. അല്ലാതെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് വായിക്കുകയും എത്ര ദിവസമായി ആ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ നിലയിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി ആ പെൺകുട്ടീനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വിക്ടിമിനെ ചവിട്ടി തേച്ച്. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം. ഒരു ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഈ ഇലയ്ക്കാണ് കേടുന്ന് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ ആ പെൺകുട്ടീനെ റേപ്പ് ചെയ്തതിനേക്കാൾ മോശമാണ് രാഹുൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേപ്പ് ചെയ്തതിനേക്കാൾ മോശമാണ്. അത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് രാഹുലിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സമയം അനുവദിക്കരുത്. അത്രയും സ്ത്രീവിരുദ്ധമാണ്. ശരി, ഓക്കെ.